പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പിനെ സംബന്ധിച്ചാണ്, റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഫെബ്രുവരി മാസത്തിന് ശേഷം NXT വീക്ക്ലി എപ്പിസോഡിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വ്യൂവർഷിപ്പായിരുന്നു ഇന്നലത്തെ NXT വീക്ക്ലി എപ്പിസോഡിന് CW നെറ്റ്വർക്ക് എന്ന അമേരിക്കൻ ചാനലിൽ ലഭിച്ചത് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിന് ഏക ഉത്തരം ദി അണ്ടർടേക്കർ എന്ന ഹോൾ ഓഫ് ഫെയിമറുടെ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറുടെ NXTയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ആ ഒരു അപ്പിയറൻസ് അപ്ഡേറ്റ് പങ്കുവച്ചത് തന്നെയാണ്. ടേക്കറിന് ഇപ്പോഴും ആരാധക പിന്തുണ ഉണ്ടോ, ടേക്കറിന് ഇപ്പോഴും പഴയ പോലെ ഫാൻ ബേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉള്ളവർക്കുള്ള വലിയൊരു മറുപടിയാണ് NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പിൽ വലിയ വർധനവ് ഇന്നലത്തെ എപ്പിസോഡിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് മുൻ WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന സോണിയ ഡെവിൾ എന്ന് പറയുന്ന താരം റിട്ടയർ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് താരം ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവച്ചിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഇപ്പോഴാണ് താൻ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. അതായത് ഇനിയും താൻ റിങ്ങിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇനി കുറച്ചു കാലത്തേക്ക് എന്തായാലും റെസ്ലിംഗ് റിങ്ങിലേക്ക് കയറില്ല, അത് റിട്ടയർമെൻറ്റിന് തുല്യമാണ് എന്നുള്ളത് സോണിയ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദ്യം വന്നപ്പോൾ സോണിയ പറയുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്: WWE പുറത്ത് മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ എനിക്ക് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിൽ പോയിട്ട് മത്സരിക്കാനുള്ള ഒരു മൈൻഡിലേക്ക് താൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താനിപ്പോൾ ഒരു പകുതി റിട്ടയർ ആയ പോലെയാണ്. അപ്പോൾ നെവർ സേ നെവർ എന്നുള്ളതാണ് പ്രൊഫഷണൽ റെസ്ലിംഗിൽ എപ്പോഴും പറയേണ്ടത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ റിട്ടയർ ചെയ്തു എന്നുള്ളത് ഉറപ്പിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം പൂർണ്ണമായി റിട്ടയർ ചെയ്യുന്നു എന്നല്ല, ഇനി എപ്പോഴെങ്കിലും റിങ്ങിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരം ലഭിച്ചാൽ താനത് തള്ളിക്കളയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ റിട്ടയർമെൻറ്റിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നുള്ളത് മുൻ താരം പങ്കുവെക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ്. അടുത്ത ആഴ്ച ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലേക്ക് AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. പുതിയ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഹാങ്മാൻ ആദം പേജ് ജോൺ മോക്സ്ലിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ജോൺ മോക്സ്ലി വലിയൊരു തീരുമാനം ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജോൺ മോക്സ്ലിയുടെ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമിലെ ഒരാൾ പോലും റിംഗ് സൈഡിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ജോൺ മോക്സ്ലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരെയും റിംഗ് സൈഡിൽ നിന്ന് ബാൻ ചെയ്യുന്നു എന്നുള്ളതും ജോൺ മോക്സ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺ മോക്സ്ലിയുടെ ഈ ഒരു പ്രഖ്യാപനം അത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ മോക്സ്ലിയുടെ മത്സരങ്ങളിലെല്ലാം ഡെത്ത് റൈഡേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ഇവരെ എല്ലാവരെയും ബാൻ ചെയ്ത ആ ഒരു അപ്ഡേറ്റ് ജോൺ മോക്സ്ലി തന്നെ പങ്കുവെക്കുന്നത് ഡെത്ത് റൈഡേഴ്സും ജോൺ മോക്സ്ലിയും തമ്മിലുള്ള ഇഷ്യൂസ് കാണിക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഡൈനാമൈറ്റിൻ്റെ മെയിൻ ഇവൻറ്റിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ എൻഡിങ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോൾ ആരാധകർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ ലേറ്റസ്റ്റ് പിക്ചർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രോക്ക് ലെസ്നർ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം നിന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബ്രോക്കിൻ്റെ റിട്ടേൺ കാത്തിരിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്, ബ്രോക്കിൻ്റെ എത്ര കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ബ്രോക്കിൻ്റെ ഈ ഒരു ലുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദ റോക്ക് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. റോക്കിൻ്റെ റിട്ടേണിന് കുറേയധികം കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ജോൺസണ ഹീൽ ആകാനുള്ള കാരണം റോക്ക് ആയിരുന്നു. അതിൽ റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ത്, റോക്ക് ആ ഒരു സ്റ്റോറി ലൈനിൽ ചെയ്യാൻ പോകുന്ന ബഗകൾ എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ റോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാനും സാധിച്ചില്ല. റോക്കിനെ സംബന്ധിച്ച് അവരുടെ സ്റ്റോറി ലൈനിൽ ജോൺസണ പലപ്പോഴും മെൻഷൻ ചെയ്യാതെ പോകുന്നതായിട്ടും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റോക്കിൻ്റെ അപ്ഡേറ്റ് എന്ത്, റോക്കിനി എന്ന് വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ബോഡി സ്ലാം എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് റോക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നിലവിൽ ക്രിയേറ്റീവ് തലത്തിൽ യാതൊരുവിധ ഡിസ്കഷനും നടക്കുന്നില്ല എന്നുള്ളതാണ്. റോക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റും നിലവിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒറ്റയടിക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ റോക്കിൻ്റെ റിട്ടേൺ ഇനി എന്ന് നടക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി മാറിയിട്ടുണ്ട്. റോക്ക് ഇനിയും വരുമോ എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് ഞാൻ പറയും. കാരണം റോക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സെഗ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ്റെ തുടക്കം വിട്ട് പിന്നീട് കുറേയധികം മാസങ്ങൾ മാറി നിൽക്കുന്നത് അത് ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ ഇല്ലാതാക്കും. ആ ഒരു സ്റ്റോറിയിൽ റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ത് എന്നുള്ളൊരു ചോദ്യം നിർത്തും. അപ്പോൾ ആ ഒരു സ്റ്റോറി തന്നെ പിന്നീട് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേക്കാം. ഇതാണ് നിലവിൽ ജോൺസണയുടെ ഹീൽ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു സംശയമായിട്ട് മാറിയത്. പക്ഷേ ജോൺസണ എന്ന് പറയുന്ന സൂപ്പർ താരത്തിന് അദ്ദേഹത്തിന് റെസ്ലിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു സ്റ്റോറി അദ്ദേഹം മികച്ചതായി കൊണ്ടുപോയി. അല്ലെങ്കിൽ റോക്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സ്റ്റോറി അവർ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം
ഉണ്ടായിരുന്നു. എന്തായാലും റോക്ക് എന്ന് പറയുന്ന താരത്തെ നിലവിൽ തിരികെ കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ടീം യാതൊരുവിധ ഡിസ്കഷനും നിലവിൽ ബാക്ക് സ്റ്റേജിൽ നടത്തുന്നില്ല എന്നാണ് ബോഡി സ്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.